ഗൂഗിൾ മാപ്പിനകത്ത് അധികം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ ഗംഭീരമായൊരു ഫീച്ചർ തന്നെയുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഒരു സ്ഥലം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടതെന്ന് മനസ്സിലാകാത്ത ഘട്ടത്തിൽ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ഡയറക്ഷൻ ആരോ മാർക്ക് സഹിതം വഴിയിൽ കാണിച്ചു തരുന്നതാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് ആണോ പോകേണ്ടത്, റൈറ്റ് ആണോ പോകേണ്ടതെന്ന് കൃത്യമായിട്ട് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ മാപ്പിൽ അധികം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ ഈ ഗംഭീര ഫീച്ചറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഗൂഗിൾ മാപ്പിനകത്ത് എവിടെയാണുള്ളത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് തൊട്ടടുത്ത പട്ടണമായ പൂതപ്പാറ എന്ന സ്ഥലം ഞാൻ സെർച്ച് ചെയ്യുകയാണ്. സാധാരണ പോലെ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് മാപ്പ് ഓപ്പൺ ആയി വരും. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് ഗൂഗിൾ മാപ്പിൽ മനസ്സിലാകില്ല. അതിൽ പറയുന്നുണ്ട് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്നൊക്കെ. പക്ഷേ നമുക്ക് ഈസ്റ്റും വെസ്റ്റും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ നിൽക്കുന്ന റോഡിൽ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ അതാണ് നമുക്കറിയേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് വണ്ടി കുറച്ച് മുന്നോട്ടെടുക്കും. ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാം, അയ്യോ ഇടത്തോട്ടല്ല വലത്തോട്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ തിരിച്ചറിയാറ്. എന്നാൽ ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിതുപോലെ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ ഈ ഓപ്ഷൻ നടന്നിട്ട് പോകുന്നവർക്കുള്ളതാണ്. എങ്കിലും നമുക്കത് വാഹനത്തിലും ഉപയോഗപ്പെടുത്താം. മുഴുവൻ സമയം ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം, നടന്നിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വഴികളല്ല നമുക്ക് വാഹനം പോകാൻ ഉപയോഗിക്കുന്ന വഴികൾ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് എക്സിറ്റ് വന്നിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഡയറക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാറില്ലേ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ കാറ് വേണോ, ബൈക്ക് വേണോ, ട്രെയിൻ വേണോ, ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ട് പോകുന്ന ഒരാളുടെ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ലൈവ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആകുന്നതാണ്. ശേഷം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലം ഒന്ന് ഇതുപോലെ കാണിച്ചു കൊടുക്കുക. താഴോട്ടും മുകളിലോട്ടും വശങ്ങളിലുള്ള കെട്ടിടമൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കെട്ടിടമുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൂഗിൾ മാപ്പ് ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുകയും ക്യാമറയിലൂടെ ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് സഞ്ചരിക്കേണ്ടതെന്ന് ആരോ മാർക്ക് സഹിതം വളരെ കൃത്യമായി ഇതുപോലെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ റോങ് സൈഡിലേക്കാണ് നടക്കുന്നതെങ്കിൽ ആരോ മാർക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരും, ഇടത്തോട്ടാണ് വലത്തോട്ടാണോ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. ഇത് നടന്നിട്ട് പോകുന്നവർക്ക് സൗകര്യപ്രദമായ ഒരു ഓപ്ഷനാണ്. വാഹനങ്ങളിൽ നമുക്ക് ഇടത്താണോ വലത്തോട്ടാണോ പോകുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കറിയാം, ചെറിയ ചെറിയ ഊടുവഴികളൊക്കെയാണ് നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ വാഹനം എടുത്തിട്ട് ഫുൾ ടൈം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് റോഡ് കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിലും ഇത് ഉപയോഗിക്കാം. പിന്നെ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഈ ഒരു ഓപ്ഷൻ എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ലഭ്യമല്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് 7 മുകളിലായിരിക്കണം. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ AR റൂളർ എന്ന് പറയുന്ന ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ ഈ ലൈവ് വ്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ബ്ലൂ നിറത്തിലായിരിക്കും. അല്ലാത്ത മൊബൈൽ ഫോണിൽ ഇത് ചാര നിറത്തിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിനകത്ത് നിന്നാണ് ശ്രമിക്കുന്നതെങ്കിലും ചാര നിറമാകാൻ സാധ്യതയുണ്ട്. റോട്ടിൽ വന്നിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ റോട്ടിലൊക്കെ വന്നിട്ടാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷൻ എടുത്ത് ലൈവ് വ്യൂവിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആകും. എന്നിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത്. എന്നിട്ട് ഏതെങ്കിലും അടുത്തുള്ള കെട്ടിടം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ആരോ മാർക്ക് സഹിതം നിങ്ങൾക്ക് ഡയറക്ഷൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരും ഇത്. പക്ഷേ നിങ്ങൾ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇത് ഫുൾ ടൈം ഉപയോഗിക്കരുത്. കാരണം മുക്കും മൂലയും ഒക്കെയാണ് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ വാഹനത്തിൽ ലെഫ്റ്റോ റൈറ്റോ എന്നൊക്കെ തിരിച്ചറിയാത്ത ഘട്ടത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകും. നിങ്ങളുടെ ഫോൺ മോഡൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ മോഡലിലുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുമെന്ന് 100% ഉറപ്പുണ്ടാകുമല്ലോ. അപ്പോൾ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.